കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ രണ്ട് സോഴ്സ് S1 ആൻഡ് S2, അതിൽ നിന്ന് വരുന്ന വേവ്സ് ഒരു പോയിൻ്റ് P അല്ലെങ്കിൽ Qയിലെത്തുന്നു. ഇത് രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഇപ്പോൾ ഇതിൽ നോക്കൂ, 9 ലാംഡ മൈനസ് 7 ലാംഡ എന്ന് പറയുമ്പോൾ 2 ലാംഡ. അപ്പോൾ n ലാംഡ ആണ്, n ഇൻറ്റിജറാണ്, n ലാംഡയാണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും. അതേസമയം ഇതിൽ നോക്കുക, S1 S2 പോയിൻ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് 6ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 9.75 ലാംഡയും ഇത് 7.25ഉം ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ കിട്ടുന്നത് 9.75 മൈനസ് 7.25 ചെയ്താൽ കിട്ടുന്ന ആൻസർ 2.5 ലാംഡയാണ്. അപ്പോൾ n പ്ലസ് ഹാഫ് ലാംഡ, ഹാഫ് അതായത് 0.5 ലാംഡ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നടക്കുന്നത്. n പ്ലസ് ഹാഫ് ലാംഡയാണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ. അപ്പോൾ ഈ കണ്ടീഷൻസിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇൻ ടേംസ് ഓഫ് ഫേസ് ഡിഫറൻസും നമുക്ക് പറയാം. ഇനി എന്താണ് പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? എ പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ കറസ്പോണ്ട്സ് ടു എ ഫേസ് ഡിഫറൻസ് ഓഫ് 2π. അതായത് ഇപ്പോൾ ഒരു വേവ് എന്ന് പറഞ്ഞാൽ, വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞാൽ ഈ ക്രസ്റ്റും ട്രഫും കൂടി ചേർന്നിട്ടുള്ള ടോട്ടൽ ലെങ്ത് ഓഫ് ദി വേവിനെയാണ് നമ്മൾ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. ക്രസ്റ്റിൻ്റെ ലെങ്ത് പ്ലസ് ട്രഫിൻ്റെ ലെങ്ത്, ഇത് രണ്ടും കൂടി ചേർന്നാണ് ലാംഡ. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് ഈ വരച്ചിരിക്കുന്ന ഒരു സൈൻ വേവ് ആണ് അല്ലേ. y ഈസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടീൻ്റെ ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ സൈൻ 0 0, സൈൻ 90 ഇവിടെ 1 വരും, അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് a, പിന്നെ സൈൻ 180 270, സൈൻ 360, ഒരു ഫുൾ സൈക്കിൾ. അപ്പോൾ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. 2π റേഡിയൻ. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ, പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ കറസ്പോണ്ട്സ് ടു ഫേസ് ഡിഫറൻസ് ഓഫ് 2π. ഒരു ഫുൾ വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞാൽ അതിൽ എത്രയാണ് ഫേസ് വരുന്നത്? ഫേസ് ഡിഫറൻസ് 2π ആണ്. ഫേസ് ഡിഫറൻസ് ഓഫ് 2π. അപ്പോൾ അത് മനസ്സിലാക്കണം. ലാംഡ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് 2π ആണ്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഫേസ് തന്നു, ഫൈ എന്നുള്ള ഡെൽറ്റ ഫൈ എന്നുള്ള ഒരു ഫേസ് തന്നു എന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ലാംഡ എന്നുള്ള പാത്തിന് കറസ്പോണ്ടിങ് ഫേസ് 2π ആണ്. അപ്പോൾ ഡെൽറ്റ ഫൈ എന്നുള്ള ഒരു ഫേസ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ് ആണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2π ചെയ്യുക. അതായത് ഡെൽറ്റ ഫൈ ബൈ ഇൻറ്റു ലാംഡ ബൈ 2π, ഇതായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ്. ഓക്കെ, നൗ ഇൻ ടേംസ് ഓഫ് ഫേസ് ഡിഫറൻസ് നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം? അപ്പോൾ y1 ഈസ് ഈക്വൽ ടു a cos ഒമേഗ ടി എന്നുള്ളതാണ് ആദ്യത്തെ വേവ്. രണ്ടാമത്തെ വേവ് y2 ഈസ് ഈക്വൽ ടു a cos ഒമേഗ ടി പ്ലസ് ഫൈ ആണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ റിസൾട്ടൻറ്റ് വേവ് എന്ന് പറയുന്നത് y1 പ്ലസ് y2 ആണ് റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് a cos ഒമേഗ ടി പ്ലസ് a cos ഒമേഗ ടി പ്ലസ് ഫൈ അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം? കോസ് എ പ്ലസ് കോസ് ബി, കോസ് എ പ്ലസ് കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ പ്ലസ് ബി ബൈ 2, കോസ് എ പ്ലസ് കോസ് ബി ഇസ് ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഈ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ എ എന്നുള്ളതിന് പകരം നമുക്കുള്ളത് ഒമേഗ ടി ആണ് എ, ബി എന്നുള്ളതിന് പകരം ഉള്ളത് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വൈൻ്റെ ആൻസർ എന്താ വരിക? 2, പിന്നെ എ രണ്ടിലും കോമൺ ആണ്, അതും എഴുതി, കോസ് എ പ്ലസ് ബി ബൈ 2 ഒമേഗ ടി പ്ലസ് ഒമേഗ ടി 2 ഒമേഗ ടി പ്ലസ് 5 ബൈ 2 കോസ്, പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ കോസ് എ മൈനസ് ബി അല്ലേ, ഒമേഗ ടി മൈനസ് ഒമേഗ ടി പ്ലസ് 5 പറയുമ്പോൾ ഒമേഗ ടി മൈനസ് ഒമേഗ ടി 0 ആവും, പിന്നെ മൈനസ് 5 എന്ന് വരും. കോസ് ഓഫ് മൈനസ് 5 എന്ന് പറയുന്നത് കോസ് 5 തന്നെയാണ്. അപ്പോൾ കോസ് എ മൈനസ് ബി ബൈ 2. അപ്പോൾ ഇതിലെ ടൈം വരുന്ന ടേം അല്ലാതെ ബാക്കിയുള്ളത്, ടൈം എന്ന് വരുന്ന ടേം അല്ലാതെ ബാക്കിയുള്ളത് എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ
2a cos 5/2 എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡാണ്. ബാക്കി ഇതിനെ ബൈ 2 ഓരോ ടേമും വേറെ വേറെ എഴുതുമ്പോൾ ഒമേഗ ടി പ്ലസ് 5/2 എന്ന് വരും അല്ലേ. ബൈ 2 ഒമേഗ ടി ബൈ 2 ഇത് പോയി, പിന്നെ പ്ലസ് 5/2. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഇതിൽ ആംപ്ലിറ്റ്യൂഡായിട്ട് വരുന്ന ടേം ഏതാണ്? 2a cos 5/2 ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ, അതായത് 4a² cos സ്ക്വയർ 5/2. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 4a² cos സ്ക്വയർ. ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് എഴുതാം. ഈക്വൽ ടു 4a² cos സ്ക്വയർ 5/2. അതിൽ a² പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റിയാണ് അല്ല, I0 ആണ് a² എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് I is equal to 4I0 cos സ്ക്വയർ 5/2 എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എപ്പോഴൊക്കെയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഇൻ ടേംസ് ഓഫ് ഫൈ എന്ന് ഫൈ ഫേസിൻ്റെ ടേംസിൽ ഫൈ ഇസ് ഈക്വൽ ടു 0, 2π, 4π, 6π അങ്ങനെ വരുന്ന സമയത്ത് കോസ് 0 എന്താണ്? 1. അതുപോലെ കോസ് 2π, ഇവിടെ 2π എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് കോസ് π എന്നാവും. അപ്പോൾ -1 അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ +1. അപ്പോൾ ഈ ആംഗിൾസ് ഒക്കെ വരുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി I is equal to 4I0 എന്ന് വരും. അതായത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് ആ സമയങ്ങളിലൊക്കെ നടക്കുന്നത്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇനി ഫൈ is equal to π, ഇതിൽ പ്ലസ് ഓർ മൈനസ് ഉണ്ട് കേട്ടോ, പ്ലസ് ഓർ മൈനസ് എന്ന് വരും. ഫൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് π, 3π, 5π, 7π ഇങ്ങനെയാവുമ്പോൾ ഇവിടെ നടക്കുന്ന ഇൻ്റർഫറൻസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. കോസ് 180 എന്ന് പറയുന്നത് കോസ് 180 0 ആണ്. അപ്പോൾ ഇതിൽ കോസ് 180 -1, ഇവിടെ കോസ് 180 അല്ല വരുന്നത്. ഫൈ ഈക്വൽ ടു പൈ പറയുമ്പോൾ π/2 എന്ന് വരുന്നുണ്ട് അല്ലേ. കോസ് 180/2, കോസ് 90 ആണ് 0. കോസ് 90 0 വരുന്നത് കൊണ്ട് ഇൻറ്റൻസിറ്റി ബിക്കംസ് ഈക്വൽ ടു 0. അപ്പോൾ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഫേസ് ഡിഫറൻസ് നമുക്ക് കണ്ടീഷൻ പറയണമെങ്കിൽ ഇതാണ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവിൻ്റെ ഇൻ ടേംസ് ഓഫ് ഫേസ് ഡിഫറൻസ്. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് പാത്ത് ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, n λ എന്നുള്ളത് പാത്ത് ഡിഫറൻസ് n λ ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും, പാത്ത് ഡിഫറൻസ് n+12 λ ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും. ഇനി രണ്ട് സോഴ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സോഴ്സിനെ ഇൻകൊഹിറൻറ്റ് സോഴ്സസ് എന്ന് പറയാം അല്ലേ. കൊഹിറൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സോഴ്സസ് വിച്ച് പ്രൊഡ്യൂസ് വേവ്സ് ഹാവിങ് ദ സെയിം വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദേ ഹാവ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. കൊഹിറൻറ്റ് സോഴ്സസ് ഹാവ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഈ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വൈബ്രേറ്റിംഗ് സോഴ്സസ്, if it changes rapidly with the time, then the two sources are incoherent. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻ്റർഫറൻസ് പാറ്റേൺ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതായത് പൊസിഷൻ ഓഫ് മാക്സിമ ആൻഡ് മിനിമ വിൽ വേരി റാപ്പിഡ്ലി വിത്ത് ടൈം. ആദ്യം മാക്സിമം ആയവിടെ അടുത്ത ഇൻസ്റ്റൻറ്റിൽ മിനിമം ആവും, പിന്നെയും മാക്സിമം മിനിമം, അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സ്റ്റേബിൾ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ടൈം ആവറേജ്ഡ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ടൈം ആവറേജ്ഡ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ ഫോർമുലേൻ്റെ ഒരു ടൈം ആവറേജ്, ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക പറഞ്ഞാൽ ആവറേജ് ഓഫ് ദിസ്, ആവറേജ് ഓഫ് കോസ് സ്ക്വയർ 5/2. അപ്പോൾ കോസ് സ്ക്വയർ 5/2, കോസ് 90, ഇതിലെ 5 എന്നുള്ളത് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആവറേജ് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മിനിമം വാല്യൂ, കോസ് സ്ക്വയർ തീറ്റൻ്റെ മിനിമം വാല്യൂ 0 ആൻഡ് മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ആവറേജ് വാല്യൂ പറയുന്നത് 1/2 ആണ്. ഈ കോസ് സ്ക്വയർ 5/2ൻ്റെ ആവറേജ് എടുക്കുക പറഞ്ഞാൽ ഇതിൻ്റെ മിനിമം വരാവുന്ന വാല്യൂ ഇവിടെ 0 ആയിക്കഴിഞ്ഞാൽ കോസ് 0 1 വരും, കോസ് 90 0 വരും അല്ലേ. അപ്പോൾ ആവറേജ് ഓഫ് 0 and 1 ഹാഫ് ആണ്. അതായത് 4I0/2 ചെയ്താൽ ദ വാല്യൂ ഈസ് 2I0. അതായത് 2I0 പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് ഇൻറ്റൻസിറ്റീസും സിംപ്ലി ആഡപ്പ്, അവിടെ ഇൻ്റർഫറൻസ് നടക്കുന്നില്ല, വെറുതെ രണ്ട് സെപ്പറേറ്റ് സോഴ്സസിൻ്റെ ഇൻറ്റൻസിറ്റി ജസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്താലുള്ള ഇഫക്റ്റേ ഉള്ളൂ.
The two intensities simply add up when the two sources are incoherent. ഇനി നമുക്ക് ഒരു ഓർഡിനറി ലൈറ്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന വേവ്സ്, ഓർഡിനറി ലൈറ്റ് സോഴ്സിൽ നിന്ന് എമിറ്റഡ് ആവുന്ന വേവ്സ്, ദേ അണ്ടർഗോ ഫേസ് ചേഞ്ചസ് ഇൻ വെരി സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് 10⁻⁻10 സെക്കൻഡ്സിൽ 10⁻⁻10 സെക്കൻഡ്സിൽ the light from an ordinary source undergoes abrupt or very quick abrupt phase changes. ഈ ലൈറ്റ് എങ്ങനെ എമിറ്റഡ് ആവുന്നത്? എക്സൈറ്റഡ് ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഹയർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നത് 10⁻⁻10 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് എമിറ്റഡ് ഫ്രം ആൻ ഓർഡിനറി സോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് 10⁻⁻10 സെക്കൻഡിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും രണ്ട് സോഴ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അതിനെ കൊഹിറൻറ്റ് സോഴ്സ് ആക്കാൻ സാധിക്കില്ല. ആറ്റംസ് ആർ എമിറ്റിംഗ് വേവ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ and so they will not have any fixed phase relationship. So the light from two sources will always be coherent. ഇനി will always be incoherent. ഇനി എങ്ങനെ നമുക്ക് കൊഹിറൻറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം? ആ കൊഹിറൻറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആൻഡ് ഇൻജീനിയസ് ടെക്നിക് was developed by Thomas Young that we shall discuss in the next class.